إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا അല്ലാഹുവിന്റെ സത്യവിശ്വാസികളായ അടിമകളെ, ഉടമസ്ഥനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനും അതിൽ കൂടി ദുനിയാവിലും നാളെ ആഖിറത്തിലും വിജയം കരസ്ഥമാക്കുവാനും ആദ്യമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ നമ്മളുടെ ഈ ജീവിതം അതിങ്ങനെ നമ്മൾ അറിയാതെ മുന്നോട്ട് പോവുകയാണ്. അതായത് തീർന്നുകൊണ്ടിരിക്കുകയാണ്. മരണത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആർക്കും രക്ഷപ്പെടാനും പറ്റൂല. ഇതെല്ലാം നമുക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ പെട്ടെന്ന് മറക്കുന്ന കാര്യം കൂടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അധികമായി ഓർക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ അങ്ങനെ ഇതിന് മറക്കുമെന്നാണ്. സൂറത്തുൽ ജുമുഅയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പം പറഞ്ഞ ഒരു പദപ്രയോഗം സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ കലാം അങ്ങനെയാണ്. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻ. ഖുൽ നബിയേ, നിങ്ങൾ പറയൂ എന്റെ അടിമകളോട്, ഇന്നൽ മൗത, തീർച്ചയായും മരണം. എങ്ങനത്തെ മരണം? തഫിറൂന മിൻ, നിങ്ങൾ ആ മരണത്തിന്റെ മുന്നിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിക്കുകയാണ്. ഫറ എന്ന അറബി പദത്തിന്റെ അർത്ഥം എന്താണെന്നറിയോ? യജമാനന്റെ കണ്ണ് വെട്ടിച്ച് അടിമ ഓടുക. അപ്പൊ അയാള് കാണാതിരിക്കാനും പിടിക്കാതിരിക്കാനും എത്ര ശ്രദ്ധിച്ചായിരിക്കും ഓടുന്നുണ്ടാവുക, എത്ര സ്പീഡിലായിരിക്കും ഓടുന്നുണ്ടാവുക. ആ വാക്കാണ് അല്ലാഹു മനുഷ്യൻ മരണത്തെ പേടിച്ചോടുന്ന ഓട്ടത്തിന് പറഞ്ഞത്. ശരിയാ, നമ്മൾ ആരും മരിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല. ഇന്ന് മരിക്കണം, നാളെ മരിക്കണം എന്നാരും കൊതിക്കൂല, ഓടുകയാണ്. ആരോഗ്യം സംരക്ഷിക്കുന്ന എന്തിനാ? ഭക്ഷണം തർത്തീവാക്കുന്ന എന്തിനാണ്? ക്രമീകരിക്കുന്ന എന്തിനാണ്? രാവിലെയും വൈകുന്നേരവും 1 മണിക്കൂർ അല്ലെങ്കിൽ 45 മിനിറ്റ് വാക്കിങ്ങിന് പോകുന്ന എന്തിനാണ്? ആരോഗ്യം വീണ്ടെടുക്കാൻ, അഥവാ പെട്ടെന്ന് മരിക്കാണ്ടിരിക്കാൻ. ഒരു ചുമ വന്നു, ശ്വാസം മുട്ടൽ വന്നു, ഹോസ്പിറ്റലിലേക്ക് ഓടി. ഡോക്ടർ പറഞ്ഞു 2 ലക്ഷം റുപ്യ ചെലവാകും, കുഴപ്പമൊന്നുമില്ല, രക്ഷപ്പെട്ടാ മതി. തഫിറൂന മിൻ,
നിങ്ങൾ ഓടുകയാണ് മരണത്തെ പേടിച്ചിട്ട്. ഫഇന്നഹു മുലാഖീകും. അടിമകളെ, നിങ്ങൾ എങ്ങോട്ട് ഓടിയാലും, എത്ര സ്പീഡിൽ ഓടിയാലും, എങ്ങനെ ഓടി ഒളിക്കാൻ ശ്രമിച്ചാലും ഒരു ദിവസം മുലാഖീകും, അത് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. അതിന് സംശയമില്ല. പക്ഷെ അതേതാ ദിവസം, ഏതാണ് ആ സമയം, ഈ നിൽക്കുന്ന എനിക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല. പക്ഷെ അത് വരുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ നഫ്സിനോട് ചില കാര്യങ്ങൾ ചോദിച്ചതിന്റെ മറുപടി കണ്ടെത്തിയിരിക്കണം നിർബന്ധമായും. അതുകൊണ്ടാണ് പുതിയ വർഷത്തിന്റെ തുടക്കത്തിൽ നമുക്ക് ചില ബാധ്യതകൾ ഉണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത്. ചില ഹക്കുകൾ പൂർത്തിയാക്കാനുണ്ട്. അതിലൊന്നും നമ്മൾ പറഞ്ഞു അള്ളാഹുവിനോടുള്ള ഹക്കാണ്. ചോദിക്കണം, നഫ്സിനോട് ആവർത്തിച്ച് ചോദിക്കണം. രണ്ടാമത്തേത് അള്ളാഹുവും അവന്റെ റസൂലും കഴിഞ്ഞാൽ മാതാപിതാക്കളോടുള്ള ഹക്കാണ്. മൂന്നാമത്തൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ഒരു വർഷം, അതിന് മുമ്പത്തെല്ലാം പോയി, പിന്നെയും അള്ളാഹു തന്ന 2024 എന്ന കഴിഞ്ഞ ഒരു വർഷം നമ്മൾ ചെയ്ത് പൂർത്തിയാക്കിയോ, അതല്ല എന്തെങ്കിലും പോരായ്മകൾ സംഭവിച്ചോ എന്ന് നഫ്സിനോട് ചോദിക്കേണ്ട ഒരു കാര്യം മാതാപിതാക്കൾക്ക് മക്കളോടുള്ള ബാധ്യതകളെ സംബന്ധിച്ചാണ്. നാളെ ആഖിറത്തിൽ അതികഠിനമായി വിചാരണ ചെയ്യപ്പെടുന്ന ഒരു രംഗമാണ് മക്കളോടുള്ള ഹഖൂഖുകൾ. അധികം ആൾക്കാരും ശ്രദ്ധിക്കലില്ല. എല്ലാവരും ഇങ്ങോട്ട് കിട്ടിയതിനെ പറ്റി മാത്രമേ കൂടുതൽ ചർച്ചയുള്ളൂ. മക്കൾ ഇങ്ങോട്ട് കാണിക്കുന്ന കുരുത്തക്കേടുകൾ, അനുസരണക്കേട്, അതിനെപ്പറ്റി വല്ലോണ്ട് ആവലാതി വേവലാതികൾ, പ്രശ്നങ്ങൾ, സങ്കടങ്ങൾ അത് പറയും. അതിനുള്ള പോംവഴി കണ്ടെത്തും. മക്കളെ നന്നാക്കാൻ വേണ്ടി ഇസ്ലാമാരെ വിളിക്കും. എന്നാൽ മാതാപിതാക്കൾ അങ്ങോട്ട് കാണിക്കേണ്ടുന്ന ചില ഹുഖൂഖുകളുണ്ട്. നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ തന്നിരിക്കുന്ന ഓരോ മക്കളെ സംബന്ധിച്ചും ചോദ്യം ചെയ്യപ്പെടും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുല്ലുക്കും റാഇൻ, നിങ്ങളെല്ലാവരും ഓരോ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവരാണ്. വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യതി, അതിനെപ്പറ്റി നാളെ ചോദിക്കപ്പെടുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞപ്പം പറഞ്ഞത് അത് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു നിഅമത്താണ് എന്നാണ്, അനുഗ്രഹം, അല്ലെങ്കിൽ ഹിബത്താണ്, സമ്മാനമാണ്. എല്ലാവർക്കും കിട്ടൂല സമ്മാനം, എല്ലാവർക്കും കിട്ടൂല. ആർക്കാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മക്കളെ പോറ്റാനും അവരെ സംരക്ഷിക്കാനും അവർക്ക് തർബിയത്ത് കൊടുക്കാനും ചില കഴിവുകൾ കൊടുത്തിട്ടുണ്ടാവുക, അതിനനുസരിച്ച് ആണും പെണ്ണുമായ മക്കളെ കൊടുക്കും. ചിലർക്ക് അല്ലാഹു ആ സമ്മാനം വേണ്ട നോക്കും. അതൊന്നും നമ്മൾ കഴിവപ്പെട്ടതല്ല, നമ്മളെ ഖുവ്വത്തിൽപ്പെട്ടതേ അല്ല. അല്ലാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ, വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജ, അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന നിഅമത്തുകളിൽപ്പെട്ട ഒന്ന് നിങ്ങളിൽ നിന്നും തന്നെയുള്ള ഇണകളെ നിങ്ങൾക്ക് തന്നു എന്നുള്ളതാണ്. അതായത് മനുഷ്യരിൽപ്പെട്ട പരസ്പരം സ്വഭാവം അറിയാവുന്ന, ഒരുമിച്ച് ഒന്നിച്ച് ജീവിക്കാൻ സാധ്യമാവുന്ന തരത്തിലുള്ള ഇണകളെ നിങ്ങൾക്ക് ഞാൻ തന്നു. എന്നിട്ട് വജഅല ലക്കും മിൻ അസ്വാജികും ബനീന വഹഫദ, ആ ഇണകളിൽ നിന്നും നിങ്ങൾക്ക് ആൺമക്കളെയും അവരുടെ മക്കളെയും പേരക്കുട്ടികളെയും അവൻ തന്നു. അതൊക്കെ വലിയ നിഅമത്തിൽപ്പെട്ടതാണ്. അതിനൊക്കെ വലിയ ശുക്ർ കാണിക്കണം അല്ലാഹുവോട്. അതില്ലാത്ത, അല്ലെങ്കിൽ അത് കൊതിച്ചിട്ടും കിട്ടാത്തവരോട് അതിന്റെ പ്രയാസവും വിഷമവും നിങ്ങളൊന്ന് ചോദിച്ചു നോക്കണം. നിങ്ങൾക്ക് അല്ലാഹു മക്കളെ തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്ന നിഅമത്താണ്. മാത്രമല്ല അടിയാറുകൾ അല്ലാഹു പറഞ്ഞു, നിങ്ങളുടെ ദുനിയാവിലെ ജീവിതത്തിന്റെ ഭംഗിയും അലങ്കാരവുമാണ് നിങ്ങളുടെ മക്കൾ. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. ശരിയാണ്, മക്കളില്ലാത്ത ആളുകളുടെ മനസ്സിൽ ഉണ്ടാവുന്നൊരു നോവ് ചിലപ്പം അതും ചിന്തിച്ചിട്ടാവാം. എല്ലാവർക്കും മക്കളുണ്ട്, പേരക്കുട്ടികളുണ്ട്, അവര് വലിയ കുടുംബം, വലിയ പരമ്പര. എനിക്കതില്ലല്ലോ. അള്ളാഹു മക്കളില്ലാത്തവർക്ക് അള്ളാഹു മക്കളെ കൊടുക്കട്ടെ. തന്ന മക്കളെ അള്ളാഹു നന്നാക്കി തരട്ടെ. ശരിയാണത്, സീനത്താണ്, ദുനിയാവിൽ ഒരു അലങ്കാരമാണ് മക്കൾ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, തനാകഹു വതനാസലു വതുകസ്സിറു, കല്യാണം കഴിക്കണം, മക്കളും ഉണ്ടാവണം, മക്കള് നിങ്ങൾക്ക് ഒരുപാടുണ്ടാവണം.
നിങ്ങൾക്കും ദുനിയാവിൽ അത് സീനത്താണ്. നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ റസൂലിന് ആദർശബോധമുള്ള വലിയ ഉമ്മത്തിനെ കാണിച്ച് അഭിമാനിക്കാനും കൂടിയുള്ളതാണ് ഹലാലായ വഴിയിലൂടെ നല്ല മക്കൾ ഉണ്ടാവുക എന്നുള്ളത്. സീനത്തുൽ ഹയാത്തി ദുനിയ, ദുനിയാവിലെ ജീവിതത്തിന്റെ അലങ്കാരമാണ് സമ്പത്തും അതേപോലെ മക്കളും. ഇമാം ഖുർത്തുബി റഹ്മഹുല്ലാഹു തആല ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, ഇന്നമാ കാനൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. ഈ മക്കളും അതേപോലെ സമ്പത്തും ദുനിയാവിലെ ജീവിതത്തിന്റെ അലങ്കാരമാണ് എന്ന് പറയാനുള്ള കാരണം ലിഅന്ന ഫിൽ മാലി ജമാലൻ വനഫഅൻ. സമ്പത്തുണ്ടെങ്കിൽ അത് ദുനിയാവിലെ ജീവിതത്തിന് ഒരു മോടിയാണ്. നല്ല ആരോഗ്യം, നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, നല്ല വാഹനം, നല്ല വീട്, അത് പൈസ ഉള്ളവർക്ക് അല്ലാഹു കൊടുക്കുന്ന സീനത്താണ്, അനുവദിക്കപ്പെട്ട സീന. അതേ സമയത്ത് മക്കള് അത് നിങ്ങളുടെ കുടുംബത്തിന് ശക്തിയാണ്. നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് ശത്രുക്കളുടെ മുന്നിലൊരു പരിചയമാണ്. നിങ്ങളുടെ മക്കള് ഉപ്പാനെ അല്ലെങ്കിൽ ഉമ്മാനെ ആരെങ്കിലും ആക്രമിച്ചാൽ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ, ആരെങ്കിലും അവരോട് മോശമായി പെരുമാറിയാൽ ചോദിക്കാനും പറയാനും ആളുണ്ടാവും. നിങ്ങൾക്ക് ആരുണ്ടെങ്കിൽ, നിങ്ങളെ സ്നേഹിക്കുന്ന മക്കളുണ്ടെങ്കിൽ. അതുകൊണ്ട് മക്കളൊരു സീനത്താണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അംബിയാ മുർസലീങ്ങളിൽപ്പെട്ട ചില ആളുകളുടെ വയസ്സായതിനു ശേഷമുള്ള ആഗ്രഹത്തെ നമുക്ക് പറഞ്ഞത്, മക്കളെ കിട്ടാൻ ആഗ്രഹിച്ചത്. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം മക്കളെ കിട്ടാൻ ആഗ്രഹിച്ച് കൊതിച്ച് അവസാനം വയസ്സനായി. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവേ, എന്റെ മുടികൾ നിര ബാധിച്ചു, ഞാൻ വയസ്സനായി. എന്റെ എല്ലുകൾക്ക് ബലക്ഷയം ബാധിച്ചു, ഞാൻ എന്റെ ആരോഗ്യം മുഴുവനും നഷ്ടപ്പെട്ടു. പക്ഷെ എന്നാലും വലം അകും ബിദുആഇക റബ്ബി ശഖിയ, എനിക്ക് നിന്നോടുള്ള ദുആയിൽ നിരാശയൊന്നുമില്ല, നീ എനിക്ക് കുഞ്ഞിനെ തരണം. അതിങ്ങനെ തുറന്നുകൊടുക്കാൻ. ആ സമയത്താണ് മറിയം ബീവിക്ക് അല്ലാഹു നൽകിയ കറാമത്ത് നേർക്ക് നേരെ കാണാനുള്ള അവസരമുണ്ടായത്. അദ്ദേഹം ചോദിച്ചല്ലോ, യാ മറിയം അന്നാ ലകി ഹാദാ, നിനക്ക് എവിടുന്നാ ഈ ഭക്ഷണം കിട്ടിയത്? ഞാൻ കൊണ്ട് തന്നിട്ട് വേണ്ടത് ഈ ഭക്ഷണം കഴിക്കാൻ, ഇത് എവിടുന്നാ കിട്ടിയത്? ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ്. ഈമാനുള്ള തൗഹീദുള്ള മറിയം പറഞ്ഞു, അല്ലാഹു തന്നത്. ഹുനാലിക്, ഇത് മറിയം പറയേണ്ട താമസം ഹുനാലിക്, അവിടെ നിന്നിട്ട് ദഅ സക്കരിയ റബ്ബ, സക്കരിയ റബ്ബിനെ വിളിച്ചു. എന്താ കാര്യം എന്നറിയോ? മറിയമിന് ഈ സമയത്ത് കിട്ടാത്ത ഭക്ഷണം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മറഞ്ഞ മാർഗത്തിലൂടെ എത്തിച്ചു കൊടുത്തുവെങ്കിൽ എന്റെ ആവശ്യം പൂർത്തിയാക്കി തരാനും അല്ലാഹ്ക്ക് സാധിക്കും. ഏതാവശ്യം? പല ആവശ്യങ്ങൾ ഉണ്ടാവാം. പക്ഷെ സക്കരിയ അവിടെ ഓർത്ത ആവശ്യം മക്കളെ കിട്ടാനാണ്. പക്ഷെ അത്ര കൊതിച്ചിരിക്കായിരുന്നു. ഹുനാലിക ദഅ സക്കരിയ റബ്ബ റബ്ബി ഹബിലി മിൻ ലദുൻക ദുർരിയതൻ തയ്യിബ. വേറെന്തെല്ലോ വിഷയങ്ങളുണ്ട്. നഫ്സിന് തസ്കിയത്ത് ചോദിക്കാം, ആൾക്കാർക്കുള്ള ഹിദായത്ത് ചോദിക്കാം, ആഖിറം ചോദിക്കാം, സ്വർഗം ചോദിക്കാം, അങ്ങനെ പലതും ചോദിച്ചത് മക്കളെ തരാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു പറഞ്ഞു, ആ ചോദ്യം എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു, അപ്പൊ തന്നെ ഉത്തരം കൊടുക്കുകയും ചെയ്തു. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അതേപോലെ വയസ്സനായി, പക്ഷെ മക്കളില്ല. താരീഖിന്റെ ഉലമാക്കൾ എഴുതി, ഏകദേശം 80 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഹാജർ ഇസ്മായിലിനെ പ്രസവിക്കുന്നത്. അദ്ദേഹത്തോട് ആവർത്തിച്ച് ദുആ ചെയ്യിപ്പിച്ചതിന് ശേഷം റബ്ബി ഹബിലി മിനസ്സാലിഹീൻ, അല്ലാഹുവേ ഒരു കുഞ്ഞിനെ താ അല്ലാഹ്, സാലിഹീങ്ങളിൽപ്പെട്ട ഒരു കുഞ്ഞിനെ താ അല്ലാഹ്. ചോദിച്ച് അല്ലാഹു അവസാനം കൊടുത്തു. പക്ഷെ ഞാനും നിങ്ങളും കല്യാണം കഴിഞ്ഞു, 6 മാസം കഴിഞ്ഞു, ഓള് ഗർഭിണിയായി. അടുത്ത കൊല്ലായി, പിന്നെയും ഗർഭിണിയായി. അടുത്ത കൊല്ലായി, പിന്നെയും ഗർഭിണിയായി. ആൾക്കാർ ചിലപ്പോ കളിയാക്കും, എന്താ ഇത് വർഷാവർഷം പ്രസവിക്കുന്നത്. പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ? അംബിയാ മുർസലീങ്ങൾ പോലും ഖേദിച്ചും വിഷമിച്ചും യാചിച്ച നിഅമ അല്ലാഹ് എനിക്കിങ്ങനെ തരുന്നത് നിഅമത്തായിട്ടാണ്. അത് വേണ്ടാന്ന് വെക്കുന്നവന്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കൈ നീട്ടിട്ട് അമ്പിയാക്കൾക്ക് കൊടുക്കാത്ത സമ്മാനം ഇതാ, നീ എടുത്തോ, നിന്റെ ജീവിതത്തിന്റെ അലങ്കാരം, ഭംഗി ഞാൻ നിനക്ക് തരാം, എനിക്കിപ്പോ ആവശ്യമില്ല. അല്ലാഹു കാക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മക്കള് നമുക്ക് നിഅമത്താണ്, അത് വലിയ ഒരു സമ്മാനമാണ്. പക്ഷേ അവരോട് ഹഖൂഖുകളുണ്ട്. അതിൽ ഒന്നാമത്തെ ഹക്ക് നമ്മൾ പല പ്രാവശ്യം ഈ മെമ്പർ എന്ന് പറഞ്ഞതാണ്, ദീൻ പഠിപ്പിക്കലാണ്.
അവർക്ക് ദീൻ പഠിപ്പിക്കലാണ്, അദബ് പഠിപ്പിക്കലാണ്. ഉപ്പയാര് ഉമ്മയാര് എന്ന ബോധം അവർക്ക് ഉണ്ടാക്കി കൊടുക്കലാണ്. ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലാഹു ആരാണ്, അല്ലാഹുവിന്റെ റസൂൽ ആരാണ്, ഇത് നമ്മളെ മക്കൾക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ വല്ലാഹി നമ്മളെ ഹക്ക് പൂർത്തിയായില്ല. 50 വർഷം ഗൾഫിൽ പോയി ജോലി ചെയ്തു. മടക്കിരിക്കാർ ഗൾഫിൽ കുറവാ. തോട്ടത്തിൽ ജോലി ചെയ്തു, കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വിയർപ്പൊഴുക്കി പൈസ ഉണ്ടാക്കി. മക്കളെ വലിയ 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 യൂണിവേഴ്സിറ്റിയിൽ വിട്ടിട്ട് ലക്ഷങ്ങൾ മുടക്കിയിട്ട് പഠിപ്പിച്ചു. 50 കൊല്ലം കഴിഞ്ഞു, താടി നരച്ചു, മുടിയും നരച്ചു, ആരോഗ്യം നഷ്ടപ്പെട്ടു. അപ്പോഴത്തേക്ക് മക്കള് വലിയ ജോലിയായി, വലിയ ശമ്പളക്കാരായി. വീട്ടിന്റെ ഉമ്മറത്ത് ചാരുകസേരമ്മ ചാരിയിരുന്നിട്ട് ഒരു ശ്വാസം വിട്ടിട്ട് പറഞ്ഞു, ഓ കഴിഞ്ഞു, ഉത്തരവാദിത്തത്തിൽ കഴിഞ്ഞു. ഇസ്ലാം പറയുന്നു ഇല്ല, കഴിഞ്ഞിട്ടില്ല. ഇസ്ലാം പറയുന്നു ഉത്തരവാദിത്തം കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ ഈ ലക്ഷങ്ങളൊക്കെ ചെലവാക്കിയതോ, അതൊക്കെ രണ്ടാമത്തെ ഭാഗം. ഉത്തരവാദിത്തം പൂർത്തിയാകണമെങ്കിൽ നിന്റെ ആ മോനെയോ ആ മോളെയോ വിളിച്ചിട്ട്, അവർക്ക് 25 വയസ്സായി, സ്വന്തം ജോലിയും തുടങ്ങി, ശമ്പളവും വാങ്ങാൻ തുടങ്ങി, അവർ കല്യാണം കഴിച്ച് അവർക്ക് മക്കളുമായി, ആ മക്കളെ വിളിച്ചിട്ട് നീ ചോദിക്കണം ഐനല്ലാഹ്. ഒറ്റ ചോദ്യം, ആ മക്കളെ വിളിച്ച് നീ ചോദിക്കണം ഐനല്ലാഹ്, മോനെ പറ മോനെ എവിടെയാ അല്ലാഹു? അവൻ ആകാശത്തേക്ക് വിരൽ ചൂണ്ടി ഹുവ ഫിസ്സമാ എന്നുത്തരം പറയുന്നുണ്ടെങ്കിൽ നീ ഹക്ക് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇല്ലേ തപ്പിത്തടയുന്നുവെങ്കിൽ അല്ലാഹുവാണ് സത്യം, ഹക്ക് പൂർത്തിയായില്ല. ഒറ്റ ചോദ്യത്തിന്റെ മറുപടി മക്കൾക്ക് പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇന്നതാർക്കും വേണ്ട, ആർക്കും അതിനോട് വലിയ താല്പര്യമില്ല. 5 നേരം മക്കൾ നിസ്കരിക്കാൻ പോകുന്നു, ഖുർആൻ ക്ലാസ് പോകുന്നു, ഹദീസ് ക്ലാസ് പോകുന്നു, പ്രസവം പഠിക്കുന്ന ചക്കൻ താടി വെക്കുന്നു, പ്രസവം പഠിക്കുന്ന മോള് മംഗളത്തിന് പർദ്ദയിട്ട് നിഖാബ് ഇട്ടിട്ട് പോകുന്നു. എന്താ ഈ പിള്ളേർക്ക് പറ്റിയത്? പുതിയ കാലത്ത് ഇങ്ങനത്തെ പിള്ളേരുണ്ടാവുമോ? ചിന്നാറ്റം പിടിച്ചിട്ടുണ്ടോ ഈ പിള്ളേരെ എന്ന് ഉപ്പയും ഉമ്മയും ചോദിക്കുന്ന വർത്തമാന കാലത്ത് ചില കഥകളും ചരിത്രങ്ങളും ദുനിയാവിന്റെ കാണലും അറിയലും നന്നായിരിക്കും. മക്കളുണ്ടാക്കുന്ന ഫസാദുകളുടെ ഫിത്നകളുടെ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഒന്നാമത്തെ ഉത്തരവാദിത്വം ദീൻ പഠിപ്പിച്ചു കൊടുക്കുക, വേറൊന്നുമില്ല. രണ്ടാമത്തേത് എന്റെ പ്രിയപ്പെട്ട മടിക്കേരിയിലെ ഉപ്പമാരെ ഉമ്മമാരെ ശ്രദ്ധിച്ചോളൂ. രണ്ടാമത്തെ ഒരു വലിയ ഉത്തരവാദിത്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിശക്തമായ ഭാഷയിൽ നാളെ ആഖിറത്തിന്റെ കടുപ്പപ്പെട്ട വിചാരണയെ പറഞ്ഞുകൊണ്ട് പറഞ്ഞു, അള്ളാഹു നിങ്ങൾക്ക് മക്കളെ തന്നിട്ടുണ്ടെങ്കിൽ അവരോടുള്ള വലിയ ഒരു ബാധ്യത അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാതിരിക്കലാണ്. അവർക്കിടയിൽ പരിഗണനയിൽ, സ്നേഹത്തിൽ, കൊടുക്കലിൽ ഏറ്റക്കുറച്ചിൽ വരാതിരിക്കലാണ്. അത് ശ്രദ്ധിച്ചോളണം. ചിലപ്പോ ചില മക്കളോട് ഇഷ്ടക്കൂടുതലുണ്ടാവും ഉപ്പാക്ക്, അവരെ പ്രത്യേകിച്ചൊന്ന് പരിഗണിക്കുക. ചിലപ്പോ പെമ്മക്കളോട് സ്നേഹ കൂടുതലുണ്ടാവും, അവരെ ഒന്നുകൂടി പരിഗണിക്കുക. വേറൊരുത്തരുണ്ടാവും വലിയ ജോലിയൊന്നുമില്ല, ഒരു വലിയ ശമ്പളമൊന്നുമില്ല, ഓൺ സൈഡില് നല്ല ശമ്പളമുണ്ട്, മാസാമാസം ഉപ്പാക്കും ഉമ്മാക്കും 10,000 15,000 വെച്ചിട്ട് അയക്കുന്നുണ്ട്. ഓൻ ഭയങ്കര സംഭവം ഉപ്പാക്കും ഉമ്മാക്കും. ഓനൊന്ന് വിളിച്ചാൽ മതി, എന്റെ വർക്കൊക്കെ വരുന്നില്ല ഉപ്പ, വിളിച്ച് തീരുമ്പൊക്കെ വർക്കെത്തി. എന്നാൽ മറ്റും വിളിച്ചാലോ, നോക്കട്ടെ ഒരാഴ്ച കൈയിട്ട് വരാം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കളിൽ ഒരാൾ നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു പറയാൻ, ഇന്ന് നടക്കുന്ന സംഗതിയാട്ടോ, ഇന്ന് നടക്കുന്ന സംഗതിയാണ്. പള്ളിയുടെ മിഹ്റാബിൽ വന്ന് ഇമാമുകളോട്, ഖത്തീബന്മാരോട് എന്റെ ഉപ്പ ശരിയല്ലാതെ മക്കൾ പറയുന്ന അവസ്ഥ ഉണ്ട്. എന്റെ ഉമ്മ ആള് ശരിയല്ല, എന്നെ നോക്കുന്നില്ല, എന്നെ സ്നേഹിക്കുന്നില്ല, എന്നെ പരിഗണിക്കുന്നില്ല. ആ മക്കളെ മനസ്സ് നോവുന്നുണ്ട്. അത് അല്ലാഹുവിന്റെ അടുത്ത് പരിഗണിക്കപ്പെടും ആ നോവ്. ഇങ്ങോട്ടുള്ളത് മാത്രം നോക്കിയാ പോലെ അങ്ങോട്ടും ഉണ്ട് ഹക്ക്. നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു വന്നു. അദ്ദേഹം പറയാൻ, എന്റെ ഉമ്മ എന്റെ ഉപ്പനോട് എനിക്ക് എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഒരു സമ്മാനം തരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. എന്റെ ഉപ്പാനോട് എന്റെ ഉമ്മ പറഞ്ഞു, നുഅ്മാന് നിങ്ങൾ എന്തെങ്കിലും ഒരു ഹദിയ കൊടുക്കണം. കാരണം ആ ഉമ്മാക്ക് നുഅ്മാനോട് എന്തുണ്ടാവും, സ്നേഹ കൂടുതലുണ്ടാവും. മാത്രമല്ല, നിങ്ങൾ അങ്ങനെ എന്റെ മോന് കൊടുത്തു എന്നുള്ളതിന് സാക്ഷിയായിട്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെ വെക്കണം. പക്ഷെ റസൂലുള്ളാഹിന്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ പറയണം, യാ റസൂലല്ലാഹ്, ഇതെന്റെ മോൻ നുഅ്മാൻ, എനിക്ക് ഇവനോട് ഇഷ്ടമാണ്, ഞാൻ എന്തെങ്കിലും ഈത്തപ്പഴോ അല്ലെങ്കിൽ മറ്റു തോട്ടങ്ങളോ എന്താ വെച്ചാൽ അന്നത്തെ കാലത്തിനനുസരിച്ച് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ സാക്ഷിയാവണം.
അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ പോയി. ഫഅഖദ ബിയദി, നുഅ്മാൻ പറയാണ്, ഉപ്പ എന്റെ കൈമ പിടിച്ചു. വഅന ഗുലാം, ഞാൻ ചെറിയ കുട്ടിയാണ്. ഫഅതാ ബി അൻ-നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നെയും കൂട്ടി റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കലേക്ക് വന്നു. ഫഖാൽ, എന്നിട്ട് ഉപ്പ റസൂലുള്ളാഹിനോട് പറയാണ്, ഇന്ന ഉമ്മഹു ബിൻത റവാഹ, റവാഹന്റെ മോളായ ഇവന്റെ ഉമ്മ അഥവാ എന്റെ ഭാര്യ, സഅലത്നി ബഅദൽ മൂഹിബത ലിഹാദ, എന്തെങ്കിലും ഒരു സമ്മാനം ഈ മോന് കൊടുക്കണം എന്നെന്റെ ഓൾ എന്നോട് പറയുന്നു. മാത്രമല്ല കൊടുക്കുന്ന സമയം നിങ്ങൾ അതിന് സാക്ഷിയായിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട്. അപ്പൊ ആ ഉമ്മ എന്ത് പേടിച്ചിട്ടുണ്ടാവും? ബാക്കിയുള്ള മക്കൾ എന്തെങ്കിലും പറഞ്ഞാൽ റസൂലുള്ളാഹിനെ സാക്ഷിയാക്കി കൊടുത്താന്ന് പറയാം, ഒരു ധൈര്യത്തിന്, ഒരു ഉറപ്പിന്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അലക വലദുൻ സിവാ, അലക വലദുൻ സിവാ, നുഅ്മാൻ അല്ലാത്ത വേറെ മക്കൾ നിങ്ങൾക്കുണ്ടോ? അപ്പൊ ഉപ്പ പറഞ്ഞു, നഅം, വേറെ മക്കളുണ്ട്. ഖാൽ, അപ്പൊ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുഷ്ഹിദ്നി അലാ ജൗർ, ഈ അക്രമം കാണിക്കാൻ നീ എന്നെ സാക്ഷിയാക്കാൻ വിളിക്കരുത്, ഈ അക്രമത്തിന് നീ എന്നെ സാക്ഷിയാക്കരുത്. നുഅ്മാൻ എന്ന മോനോട് നിനക്ക് സമ്മാനം കൊടുക്കാൻ അത്രയും സ്നേഹമുണ്ടെങ്കിൽ നിന്റെ ബാക്കി മക്കൾക്കും ആ സമ്മാനം നീ കൊടുക്കണം, ഇല്ലെങ്കിൽ അത് ജൗറാൻ, ദുൽമാൻ, അക്രമമാണ്, ഞാൻ സാക്ഷി നിൽക്കൂല. വേറെ റിവായത്തിൽ ഹദീസിന്റെ ബാക്കി ഇങ്ങനെ കാണാം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ഉപ്പാനോട് ചോദിച്ചു, അയസുറുക അയകൂനു ഇലൈക ഫിൽ ബിരി സവാ, ബഷീറേ, നുഅ്മാന്റെ ഉപ്പ, നിന്റെ മക്കൾ എല്ലാവരും നിന്നോട് നല്ല രീതിയിൽ തന്നെ നിൽക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നില്ലേ? അതല്ലേ നിന്റെ സന്തോഷം? അതേ റസൂലേ. അപ്പൊ നീ എങ്ങനെ ഒരാൾക്ക് മാത്രം കൊടുക്കുക? അത് അക്രമമല്ലേ? എല്ലാവർക്കും കൊടുക്കണ്ടേ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ ഭാഷയിൽ എന്റെ ഉപ്പയെ ഉപദേശിച്ചു. വഫീ റിവായ, വേറെ റിവായത്തിൽ കാണാം, റസൂലുള്ളാഹി ചോദിച്ചു, നീ നിന്റെ ബാക്കി മക്കൾക്കും ഇതേപോലെ കൊടുത്തിട്ടുണ്ടോ? ഖാല ലാ, ഉപ്പ പറഞ്ഞു, ഇല്ല, അത് കൊടുത്തില്ല, നുഅ്മാനു വേണ്ടി മാത്രമാണ്. ഖാല, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫത്തഖുല്ലാഹ്, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഫഅദിലു ബൈന ഔലാദികും, അല്ലാഹുവിനെ സൂക്ഷിക്ക്, മക്കൾക്കിടയിൽ നിങ്ങൾ നീതി പാലിക്ക്, ഇത് അക്രമമാണ്, ചെയ്യാൻ പാടില്ല. ഇന്ന് എത്ര മക്കളുണ്ടെന്നറിയോ ഉപ്പാന്റെ ആ തീരുമാനത്തിൽ വിഷമിക്കുന്നവര്? എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, മരിച്ചു കിടക്കുമ്പോ ചിലപ്പോ ആ മക്കള് പറയും, ആ ഓനല്ലേ കൊടുത്തത്, ഓൻ നോക്കട്ടെ, കുളിപ്പിക്കല് ഓൻ കുളിപ്പിച്ചോട്ടെ, കബറടക്കല് ഓനായിക്കോട്ടെ, ഓനോടുള്ള ഇഷ്ടം കൂടുതല്, ഓനല്ലേ കുറെ കൊടുത്തത്. മറ്റൊരു വലിയ അപകടം എന്താണെന്നറിയോ? നമ്മുടെ കാലത്ത് ചില ഉപ്പമാരുണ്ട്, പൊമ്മക്കൾക്ക് വാരിക്കോരി കൊടുക്കും. ഒരു മംഗലത്തിന് പൊന്ന്, പിന്നെ ഒരു ഏക്കർ തോട്ടം, പിന്നെ അത് കഴിഞ്ഞിട്ട് പുതിയാപ്പളിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു ബിൽഡിങ്, പിന്നെ ഒരു കാറ്. കൊടുത്തോളി, പ്രശ്നമൊന്നുമില്ല. പക്ഷേ മക്കൾ 5 മക്കളുണ്ടെങ്കിൽ ഈ 5 എണ്ണത്തിനും കൊടുക്കണം. ഫഅദിലു ബൈന ഔലാദികും, 5 കൊടുക്കണം. പെൺമക്കൾ മരിക്കുന്നതിന് മുമ്പെല്ലാം വാരിക്കൂട്ടി. ആൺമക്കൾ ഇപ്പോഴും മാർക്കറ്റിൽ ഉണ്ടുവണ്ടി ഉന്തിട്ട് ജീവിക്കുകയാണ്. ബാപ്പ മരിച്ചു, സ്വത്ത് ഓഹരി വെക്കാൻ വന്നു. ദീനിന്റെ നിയമപ്രകാരം ആ മോൾക്ക് പിന്നെയുണ്ട് ഹക്ക്, ആ മോൾക്ക് പിന്നെയുണ്ട് ഹക്ക്. ഇപ്പൊ മോൻ പറഞ്ഞു, നിന്റെ മംഗളത്തിന് ഉപ്പ 100 പവൻ തന്നല്ലേ, അത് ഉപ്പാന്റെ സന്തോഷത്തിന്, ഇതിന്റെ ഹക്ക് എനിക്ക് തന്നേ പറ്റൂ. പിന്നെ ആൺമക്കൾക്ക്, പിന്നെ ആൺമക്കൾക്ക് ഇന്ന് നടക്കുന്ന സംഗതി അതാ. ഒരു ബോധവുമില്ലാത്ത ചില മുതിയാപ്പിളമാരുണ്ട്, ഓരോട് പറയും, കിട്ടുന്നെല്ലാം വാങ്ങിക്കോ, ഒന്നും കളയണ്ട, ഒരു ഇസ്സത്തില്ല, ഒരു അഭിമാനവും ഇല്ല, അമോഷം തരുന്ന എല്ലാം വാങ്ങുക, ബാക്കി മക്കള് അതല്ല ഓന്റെ കാര്യം നോക്കിക്കോളും. ഇല്ല പ്രിയപ്പെട്ടവരെ, ഫഅദിലു ബൈന ഔലാദികും, മക്കൾക്കിടയിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആല പറഞ്ഞു, ഈ ആയത്തുകളും ഈ ഹദീസുകളും ഒക്കെ പറഞ്ഞിട്ട്, ഫൽ ഹഖു അന്ന തസ്വിയത വാജിബ, അല്ലാഹു തന്ന മക്കളെ എല്ലാം ഒരുപോലെ നോക്കൽ വാജിബാൻ, വ അന്ന തഫ്ദീല മുഹറം, അവർക്കിടയിൽ ഇങ്ങനെ വേർതിരിവ് കാണിക്കൽ ഹറാമാക്കപ്പെട്ട സംഗതിയാണ്, ചെയ്യാൻ പാടില്ല, കൃത്യമായിരിക്കണം. ഇനി ഏതെങ്കിലും മോന് കുറെ കൊടുത്തുപോയി, കാരണം കാലൊടിഞ്ഞു ഉപ്പ, അപ്പൊ 2ാമത്തെ മോനാ പിടിക്കാനും വെക്കാനൊക്കെ ഉണ്ടായത്, ആ സന്തോഷം കൊണ്ട് കൊടുത്തുപോയതാണ്. മൂത്തോൻ ആവശ്യക്കാരനുമാണ്. ഇളയ മോനെ വിളിച്ചിട്ട് പറയണം, മോനെ നിന്റെ മൂത്തോനെ നീ പരിഗണിക്കണം, എനിക്ക് നാളെ ആഖിറത്തിൽ അല്ലാഹു ചോദിക്കുമ്പോൾ മറുപടി ഉണ്ടാവില്ല.
100 ഏക്കർ തന്നിട്ടുണ്ടെങ്കിൽ 50 ഏട്ടന് കൊടുക്ക്, 50 നീ എടുത്തോ, അത് ഉപ്പാന്റെ ബാധ്യതയാണ്. ഇല്ലെങ്കിൽ നാളെ ആഖിറത്തിൽ ചോദിക്കും, നീ എന്തിനാ ഓനെ കൊടുത്തത്? ഓൻ എന്നെ നോക്കിയിട്ട് ഇതും നിന്റെ മോൻ തന്നെ. ഒരു ദിവസം അള്ളാഹുവിന്റെ റസൂൽ ഈ വിഷയത്തിൽ കാണിച്ച കണിശത നോക്കണം. റസൂലുള്ളാഹി തങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ബൈനമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഹദ്ദിസു അസ്ഹാബഹ, സഹാബാക്കളെ ഇരുത്തിയിട്ട് ഹദീസ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇദ് ജാഅ സബിയ്യുൻ, അപ്പോൾ ആ സദസ്സിലേക്ക് ഒരു കുട്ടി വന്നു, ഒരു മോൻ കടന്നു വന്നു, ആൺകുട്ടി. ഹത്തൻതഹ ഇലാ അബീ, കുഞ്ഞി ഓടി വന്നിട്ട് ഇങ്ങനെ നോക്കി, ഉപ്പാനെ കണ്ടപ്പം ഓടി ഉപ്പാന്റെ അടുത്തേക്ക് പോയി. നമ്മൾ സാധാരണ പള്ളിയിലെല്ലാം കാണുന്നുണ്ടല്ലോ, ഓടി ഉപ്പാന്റെ അടുത്തേക്ക് പോയി. ഫീ നാഹിയത്തിൽ ഖൗം, ഇരിക്കുന്ന ആൾക്കാരുടെ ഒരു മൂലയിൽ ആ ഉപ്പയുണ്ട്. ഓൻ ഇറങ്ങി വന്നിട്ട് നേരെ ഉപ്പാന്റെ അടുത്തേക്ക് പോയി. ഫമസഹ റഅസഹു വഅഖഅദഹു അലാ ഫഖ്ദിഹിൽ യുംന, ബാപ്പ ആ മോനൊന്ന് ചേർത്ത് പിടിച്ച് തലയിലേക്കൊന്ന് തലോടി വലത്തെ തുടയിൽ മോനങ്ങിരുത്തി, സ്നേഹം കാണിച്ചു. ഇത് അല്ലാഹുവിന്റെ റസൂൽ കാണുന്നുണ്ട്, കൂടെയുള്ള സഹാബാക്കളും കാണുന്നുണ്ട്. ഫലബിസ ഖലീല, കുറച്ച് സമയം കഴിഞ്ഞപ്പം ഫജാഅത് ബിനതുൽ ലഹു ഹത്താ ഇൻതഹത് ഇലൈഹി, ഇയാളുടെ മോളും ഇതേപോലെ വന്നു. പള്ളി കയറി വന്നിങ്ങനെ നോക്കി, ഉപ്പാന്റെ ഒരു മൂലക്ക് കണ്ട് നേരെ ഉപ്പാന്റെ അടുത്തേക്ക് ഓടിപ്പോയി. ഫമസഹ റഅസഹ, ഈ ഉപ്പ മോളെയും അതേപോലെ തലയിൽ ഒന്ന് തലോടി. വഅഖഅദഹ ഫിൽ അർദ്, ഉപ്പാന്റെ മുമ്പിൽ തറയിൽ ആ മോളെ എത്തി. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു. തങ്ങൾ ക്ലാസ് നിർത്തി. ഗൗരവം ശ്രദ്ധിക്കണേ, തങ്ങൾ ക്ലാസ് നിർത്തി. എന്നിട്ട് ചോദിച്ചു ആ മനുഷ്യനോട്, ഫഹല്ല അലാ ഫഖ്ദികൽ ഉഖ്റ, നിനക്ക് രണ്ടാമത്തൊരു തുടയില്ലേ? നിനക്ക് രണ്ടാമതൊരു കാലും തുടയൊക്കെ ഇല്ലേ? നിനക്കെന്താ മോളെ ആ തുടന്റെ മേലിൽ ഇരുത്തിയാല്? അതുവരെ അള്ളാഹുവിന്റെ റസൂൽ ശ്രദ്ധിച്ചു. ഈ മോളെ തലോടി അയാള്, പക്ഷെ ഇരുത്തിയത് താഴെയായി പോയി. റസൂലുള്ളാഹി ചോദിച്ചു, നിന്റെ ഇടത്തെ തുടയിൽ ഇരുത്തിക്കൂടെ? ഫഹമലഹ അലാ ഫഖ്ദിഹിൽ ഉഖ്റ, ഉടനെ തന്നെ സഹാബി ആ മോളെ എടുത്തിട്ട് ഇപ്പുറത്തിരുത്തി. അപ്പൊ രണ്ട് മക്കൾ രണ്ട് ഭാഗത്തായി. ഇത് കണ്ടപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽആന അദൽത, അൽആന അദൽത, ഇപ്പോഴാണ് നീ നീതി കാണിച്ചത്, ഇപ്പോഴാണ് നീ നീതി കാണിച്ചത്. ഫഅദിലു ബൈന ഔലാദിക്കും, മക്കൾക്കിടയിൽ നിങ്ങൾ നീതി കാണിച്ചോടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് മക്കൾ പ്രയാസപ്പെടുന്നുണ്ട്, ഒരുപാട് മക്കളുടെ മനസ്സിൽ വേദനയുണ്ട്. അവർക്ക് ഉപ്പാനോട് നേർക്ക് നേരെ പറയാൻ കഴിയുന്നില്ല, ഉമ്മാനോട് പറയാൻ കഴിയുന്നില്ല. ഇനി അഥവാ ഞാൻ പറഞ്ഞ ഉമ്മാക്ക് ദേഷ്യം പിടിക്കോ, ഉപ്പാക്ക് ദേഷ്യം പിടിക്കോ? അവരെന്തെങ്കിലും ഇഷ്ടക്കേട് പറഞ്ഞിട്ട് അത് എന്നെ ബാധിക്കോ? ബോധമുള്ള ഖിയാമത്ത് നാളിന്റെ ബോധമുള്ള നല്ല മക്കളെ മനസ്സ് ഇങ്ങനെയാ വേദനിക്കുന്നത്. അത് മനസ്സിലാക്കി മാതാപിതാക്കൾ മക്കളോടുള്ള പെരുമാറ്റത്തിൽ വ്യത്യസ്തത കാണിച്ചേ പറ്റുള്ളൂ, നിലപാട് തിരുത്തിയേ പറ്റുള്ളൂ. എല്ലാവരും ഒരേപോലെ, എല്ലാ മക്കളോടും ഉമർത്താൻ ഒരേപോലെ. ചിലപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ കണ്ടുകൊണ്ട് സലഫുകളുടെ ഒരു രീതിയുണ്ട്. അവർ പറഞ്ഞു, കാനൂ യസ്തഹിബ്ബൂന അൻ യഅദില അർ-റജുലു ബൈന വലദിഹി, സലഫുകൾ അവരുടെ മക്കൾക്കിടയിൽ നീതി കാണിക്കുന്നത് മുസ്തഹബായി കണ്ടോരാണ്. എത്രത്തോളം അറിയോ? ഹത്താ ഫിൽ ഖുബൽ, ചുംബിക്കുന്നതിൽ വരെ. ചെറുതിനെ പിടിച്ച് ചുംബിച്ചു, അപ്പോൾ മൂത്തയിലേ പോന്നു, ഓനെ നോക്കുന്നേ ഇല്ല. അങ്ങനെയല്ല, ഓനെയും പിടിച്ച് ചുംബിക്കണം. അതിന് ഇപ്പോഴത്തെ ഉപ്പമാർക്ക് മടിയാ. എങ്ങനെ ഇപ്പൊ മോനെ ചുംബിക്കല്? ഇനിയിപ്പോ മോളെങ്ങനെയാ ചുംബിക്കല്? മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരളിന്റെ കഷ്ണമുണ്ട്, ഫാത്തിമ അസ്സഹ്റാ റളിയല്ലാഹു അൻഹ, സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന. ഒരു ദിവസം ഭാര്യമാരോട് പിണങ്ങി റസൂലുള്ളാഹി തങ്ങൾ. കുടുംബ ജീവിതത്തിലുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട്, ചെലവിന്റെ പൈസ അധികം ചോദിച്ചു, കുറച്ചധികം വീട്ടിൽ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ. അത് റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ ഭാര്യമാരെ ദുനിയാവിനോട് പ്രിയം തോന്നിപ്പോയോന്ന് തോന്നിയിട്ട്, തെറ്റൊന്നുമല്ല അവർ ചെയ്തത്. റസൂലുള്ളാഹിന്റെ മൗനിയായി, ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂട്ടുകാരനുമാണ്, അമ്മോഷനുമാണ്. അമ്മോഷൻ വന്നു, പക്ഷെ അനുവാദം കൊടുത്തില്ല ഒലക്കേക്ക് കയറാൻ. വന്നതെന്തിനാ? എന്തെങ്കിലും പറഞ്ഞ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. ഉമർ റളിയല്ലാഹു അൻഹു വന്നു, അനുവാദം കൊടുത്തില്ല. ഉമർ നേരെ മോള് ഹഫ്സന്റെ അടുത്തേക്ക് പോയി. ഹഫ്സ, നീ എങ്ങനെയാ റസൂലിനോട് അങ്ങനെ ചോദിച്ചത്? നിന്റെ റസൂലിന്റെ ഭക്ഷണം എങ്ങനെയായിരുന്നു? ഹഫ്സ പറയാണ്, തൊലി കളയാത്ത ഗോതമ്പിന്റെ റൊട്ടിയാ ഉണ്ടാക്കി കൊടുക്കുക, പരിപരുത്ത റൊട്ടി.
കുറച്ച് നെയ്യും ആക്കിയിട്ട് കൊടുത്താൽ നല്ല സ്വാദോടുകൂടി തിന്നുമായിരുന്നു. കിടക്കുന്നതോ ഒരു ബെഡ്ഷീറ്റ് ഉണ്ട്, അത് രണ്ടായി മടക്കിയിട്ട് വെച്ചു കൊടുക്കും, അതിൽ കിടക്കും. ഒരു ദിവസം ഞാൻ 4ആയിട്ട് മടക്കി. രാവിലെ എഴുന്നേറ്റപ്പോൾ റസൂൽ എന്നോട് ചോദിച്ചു, ഹഫ്സ നീ എവിടെയാ എന്നെ ഇന്നലെ കിടത്തിയത്? സാധാരണ കിടക്കുന്ന ബെഡല്ലേ? ഞാൻ പറഞ്ഞു അതെ, പക്ഷെ ഞാനത് 4ആയിട്ട് മടക്കിയിരുന്നു. അപ്പൊ റസൂൽ പറയാ എന്നോട്, വേണ്ട, പഴയ പോലെ തന്നെ മതി. നീ 4ആയിട്ട് മടക്കിയപ്പോ കുറച്ചൊരു മാർദ്ദവം, സോഫ്റ്റ്നെസ് കുറച്ച് കൂടി, ഉറക്കധികം കിട്ടിപ്പോയി, രാവിലെ എഴുന്നേക്കാൻ കുറച്ച് വൈകി, നീ സാധാരണ വെക്കും പോലെ വെച്ചാ മതി. ഉമർ ചോദിച്ചു, മോളെ ഇതാണ് നിന്റെ ഭർത്താവിന്റെ അവസ്ഥയെങ്കിൽ പിന്നെ നീ എന്തിനാ കൂടുതൽ ചോദിച്ചത്? ആരെയും കയറാൻ വിടുന്നില്ല. ഫാത്തിമ വന്നു, മോള് വന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു ഫാത്തിമാനോട്, മോളെ നീ എന്താ മോളെ വരാൻ താമസിച്ചത്? നീ എന്താ മോളെ വരാൻ വൈകിയത്? എഴുന്നേറ്റ് ചെന്ന് ഫാത്തിമാന്റെ നെറുകയിൽ ചുംബിച്ച് അടുത്തുകൊണ്ട് നിർത്തി. ആയിഷ ബീവി പറയും, എനിക്ക് ഫാത്തിമാനോട് അസൂയ തോന്നാറുണ്ട്. മോള് വരുമ്പം കൈ പിടിച്ചിട്ട് കൂട്ടിയിട്ട് വരും, വാതിലിനടുത്ത് പോയിട്ട് ചുംബിച്ചിട്ട് റസൂലുള്ള ഇരിക്കുന്ന വിരിപ്പിൽ അടുത്തിരുത്തും, എന്നിട്ട് വർത്താനം പറയും. മോള് പുരക്കേക്ക് പോകുമ്പം റസൂലുള്ള മോളെ ബാക്കിൽ വാതിൽ വരെ പോയിട്ട് മോളെ പുരക്കാക്കിയിട്ട് തിരിച്ചു വരും. ഒരാളെ ചുംബിച്ചാ പോരാ. ഒരു ദിവസം ഹസൻ റളിയല്ലാഹു തആല റസൂലുള്ളാഹി തങ്ങൾ ചുംബിച്ചു. ഒരു സഹാബിയുടെ അടുത്ത് സഹാബി പറഞ്ഞു, ഇന്നലി 10, നബിയെ എനിക്ക് 10 മക്കളുണ്ട്, ഞാനിങ്ങനെ ആരെയും ചുംബിക്കാറൊന്നുമില്ല. അങ്ങനെയുള്ള ചില ഉപ്പമാര് മക്കളെ താലോലിക്കുന്നത്, ചുംബിക്കുന്നത്, മക്കളെ എടുക്കുന്നത്, മക്കൾക്ക് ചന്തി കഴിച്ചു കൊടുക്കുന്നത് അയാളെ ഇസ്സത്തിന് പറ്റിയ കേസല്ല, അതെല്ലാം ഓളെ ജോലി മാത്രം, എനിക്കൊന്നും പറ്റൂല. റസൂൽ അങ്ങനെയല്ല. ഇയാൾ പറയാൻ, ഞങ്ങൾക്ക് 10 മക്കളുണ്ട്, ഞാൻ ഇന്ന് ഒരാളെ പോലും ചുംബിച്ചിട്ടില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിന്റെ ഖൽബിൽ നിന്നും അള്ളാഹു റഹ്മത്ത് എടുത്തു കളഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാ? ചുംബനത്തിൽ വരെ സലഫുകൾ നീതി കാണിച്ചു മക്കൾക്കിടയിൽ. റസൂലുള്ളാഹി ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹു തആല, അദ്ദേഹം യദുമ്മു ഇബ്നല്ല, തന്റെ ഇളയ മോനെ ഇങ്ങനെ ചേർത്ത് നിർത്തും. വകാന യുഹിബ്ബു, അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിരുന്നു. അദ്ദേഹം പറയും, യാ ഫുലാൻ, മോനെ, വല്ലാഹി ഇന്നി ലഉഹിബ്ബുക, എനിക്ക് നിന്നോട് വലിയ ഇഷ്ടമാണ്, പക്ഷേ വമാ അസ്തതീഉ അൻ ഊസിറക അലാ അഖീക ബിലുഖ്മ, പക്ഷെ നിന്റെ സഹോദരനേക്കാൾ ഒരു ഉരുള ഭക്ഷണം കൊണ്ട് പോലും നിന്നെ പ്രത്യേകമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്കത് പറ്റൂല. എനിക്ക് നിന്നോട് ഇഷ്ടമാണ്, പക്ഷെ നിന്റെ സഹോദരന്മാരുണ്ട്, അവർക്ക് കൊടുക്കുന്നതിനേക്കാളും അധികം ഒരു ഉരുള ഭക്ഷണം പോലും ഞാൻ നിനക്ക് തരൂല, കാരണം അത് നീതിയില്ലായ്മയായി പോകും. അതുകൊണ്ട് അത്ര ശ്രദ്ധിക്കണം, അത് മക്കളോടുള്ള ഹക്കാണ്. ഇമാം അസ്സഅദി റഹിമഹുല്ലാഹു തആല പറഞ്ഞു, ചിലപ്പം ചില ഉപ്പമാർക്ക് ചില മക്കളോട് സ്നേഹം കൂടാം, ചാൻസ് ഉണ്ട്. കാരണം എന്താ? മുഹബ്ബത്ത് ഖൽബുമായി ബന്ധപ്പെട്ടതാണ്. അതിന് ചിലപ്പം നീതി കാണിക്കാൻ പറ്റണമെന്നില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, യാ അല്ലാഹ്, എനിക്ക് തീ തന്ന ഭാര്യമാരോട് ഞാൻ നീതി കാണിക്കുന്നുണ്ട്, സ്നേഹത്തിലൊഴികെ അതെനിക്ക് ആയിഷാനോട് കൂടുതലാണ്. കാരണം മഹബത്ത് ഖൽബുമായി ബന്ധപ്പെട്ടതാണ്, ഖൽബിന്റെ പ്രവർത്തനം അല്ലാഹുവിന്റെ കൈമലാണ്. അതുകൊണ്ട് ഇമാം സഅദ് റഹിമഹുല്ലാഹ് പറഞ്ഞു, അഥവാ ഇനി ആരോടെങ്കിലും സ്നേഹം കൂടുതൽ ഉണ്ടായാൽ മറ്റു മക്കളുടെ മുന്നിൽ അത് പ്രകടിപ്പിക്കരുത്. ആ മോനെയോ മോളെയോ ഒറ്റക്കിട്ടിയ പ്രകടിപ്പിച്ചോളെ, മറ്റു മക്കൾ കാണുന്ന തരത്തിൽ അത് പ്രകടിപ്പിക്കരുത്. കാരണം പ്രകടിപ്പിച്ചാൽ ചിലപ്പം യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന് സംഭവിച്ച പോലെ സംഭവിച്ചേക്കാം. പ്രവാചകന്മാരെ അള്ളാഹു പരീക്ഷിച്ചത്. ഭയങ്കര ഇഷ്ടം യാക്കൂബിന്, ഭയങ്കര ഇഷ്ടം. എത്രത്തോളം അറിയാം, ഖുർആനാ പറയുന്നത്, ആ മോനെ നഷ്ടപ്പെട്ടതിൽ നൊന്ത് കരഞ്ഞ് സങ്കടം കൊണ്ട് കരഞ്ഞിട്ട് കണ്ണിന്റെ കാഴ്ച പോലും പോയി, അന്ധനായി, അത്ര ഇഷ്ടം. പക്ഷെ ആ മുഹബ്ബത്ത് മറ്റു മക്കളുടെ മുന്നിൽ പ്രകടിപ്പിച്ചു പോയി അദ്ദേഹം. ബാക്കി ആരോടെ പോയാലും പ്രശ്നമില്ല, യൂസുഫിനെ ഞാൻ വിടൂല. അവസാനം മക്കൾക്ക് അസൂയ വന്നു. മക്കൾ ചോദിച്ചു, വാപ്പാ എന്തിന്ന് ഇങ്ങനെ, ഒരിക്കൽ നമ്മളെപ്പരം വിട്ടൂടെ, അവൻ കളിക്കട്ടെ, നമ്മളെപ്പരം വേട്ടയാടട്ടെ, കാട്ടിലൊക്കെ വരട്ടെ. അപ്പോഴും യാക്കൂബ് പറഞ്ഞു, വേണ്ട, എനിക്ക് പേടിയാവുന്നു, ചിലപ്പോ ഓനെ പിടിച്ച് ചെന്നായി തിന്നാലോ. ഇത് കേൾക്കുമ്പോ ആ മക്കളെ മനസ്സിൽ എത്ര വേദന ഉണ്ടാവും. എന്താ യൂസുഫിന് മാത്രം, അപ്പൊ നമ്മൾ പോകുന്നതിലൊന്നും പ്രശ്നമില്ല ഉപ്പാക്ക്. അതെന്നെ സംഭവിച്ചു. പോയി കൊണ്ടുപോയിട്ട് കിണറ്റിലിട്ടു. നീണ്ട 40 കൊല്ലം യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന് കരയേണ്ടി വന്നു.
അതുകൊണ്ട് ഇമാം സഅദ് റഹിമഹുല്ലാഹ് പറഞ്ഞത്, നിങ്ങൾ മക്കളോട് സ്നേഹക്കൂടുതൽ ഉണ്ടാവാം ചിലരോട്, പക്ഷേ അത് പുറമെ മറ്റു മക്കളോട് കാണുന്ന തരത്തിൽ വാക്കിലോ പ്രവൃത്തിയിലോ കാണിക്കരുത്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. കാരണം ഇത് മക്കളോടുള്ള ഹക്കാണ്. അതേപോലെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ദുനിയാവിൽ കാണുന്ന മടിക്കേരിയിലുണ്ടോ ഇല്ലേ എന്നറിയില്ല, മൊത്തത്തിൽ ചില മാതാപിതാക്കൾക്ക് ആൺമക്കളോട് വലിയ വിരിശം, പെൺമക്കളോട് കല്യാണം കഴിച്ച് അയച്ചാ പിന്നെ കഴിഞ്ഞു, എന്റെ മാപ്പിള നോക്കണ്ടല്ലേ, ഇന്നെ ശരിയല്ലേ, ഇനി ഹക്ക് ഭർത്താവിനാണ്, പക്ഷേ മോളെപ്പോഴും മോളാണ്. പെൺകുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് ഇന്നമ്മൾ കൊല്ലുകയാണ്. ഖുറൈശികൾ കൊന്നത് ജനിച്ചതിന് ശേഷം, ഖുറൈശികൾ കൊന്നത് ജനിച്ചതിന് ശേഷം. ഇന്ന് പെൺമക്കളാണെന്ന് അറിഞ്ഞാൽ ഉടനെ കൊല്ലലായി. മാത്രമല്ല, അഥവാ ഭാര്യ പ്രസവിച്ചത് പെണ്ണാണെന്ന് അറിഞ്ഞാൽ ജാഹിലിയ്യത്തിലെ ഖുറൈശികളുടെ അവസ്ഥ അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ ظل وجهه مسودا وهو كظيم. ദേഷ്യം പിടിച്ച് അപമാനിതനായ പോലെ, ആൾക്കാരെ മുമ്പിൽ എന്തോ കുറച്ചിൽ വന്ന പോലെ അവന്റെ മുഖമാകെ കറുത്തുപോകും എപ്പോൾ ഞാൻ പെൺകുഞ്ഞിനെ കൊടുത്ത് സന്തോഷ വാർത്ത അറിയിച്ചാൽ. അതെ, പെൺമക്കള് സന്തോഷമാവണം. ജാഹിലിയത്തിന്റെ ആൾക്കാരുടെ സ്വഭാവം അതാണ്, മുഖം കറുക്കും. ആ കറുക്കുന്ന ജാഹിലിയത്ത് ഇപ്പോഴും ഉണ്ട് ചില ആൾക്കാർക്ക്. പെൺമക്കളെ ഇഷ്ടമല്ല. അതവരുടെ വർത്താനത്തിലും അവരോടുള്ള പെരുമാറ്റത്തിലും അവരോടുള്ള സ്നേഹക്കുറവിലും ഒക്കെ കാണാനും പറ്റും. പക്ഷെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭൗതികവാദികൾ പറയുന്നില്ലേ, ഇസ്ലാം പെൺമക്കളെ കുഴിച്ചിട്ടു, അടുക്കളയിലാക്കി, അങ്ങനെ ജയിലിലാക്കി, അവർക്കൊരു സ്ഥാനമില്ല, അവർക്കൊരു മഹത്വമില്ല. ഇല്ല, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ആല ജാരിയതൈൻ ഹത്താ തബ്ലുഗ, ആരെങ്കിലും രണ്ട് പെൺമക്കളെ അവർക്ക് പ്രായപൂർത്തിയാകുന്നവരെ സുരക്ഷിതമായി നോക്കിയാൽ, ജാഅ യൗമൽ ഖിയാമ അന വഹുവ വദമ്മ അസാബിഅഹ്, ഇങ്ങനെ പിടിച്ചു അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചു എന്ന് പറഞ്ഞു, അവരും ഞാനും ഖിയാമത്ത് നാളിൽ ഇങ്ങനെയാണ് വരിക. രണ്ട് പെമ്മക്കളെ പോറ്റിയ ഉപ്പയും ഉമ്മയും ഞാനും ഇത്ര അടുത്തായിരിക്കും ഖിയാമത്ത് നാളിൽ. ഇത് പറയപ്പെട്ട മക്കളാ പെൺമക്കള്. എങ്ങനെ ഓർക്കാൻ പറ്റുക? എങ്ങനെ അവരുണ്ടാവുമ്പം ഇഷ്ടക്കേടുണ്ടാവുക? ഒരു സദസ്സിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന ലഹു സലാസ ബനാത്തിൻ, ആർക്കെങ്കിലും 3 പെൺമക്കൾ ഉണ്ടാവുകയും ഫസബറ അലൈഹിന്ന, ക്ഷമിക്കുകയും ചെയ്താൽ. പെൺമക്കളെ വളർത്തൽ ഈസിയല്ല. പെൺമക്കളെ തള്ളക്കോഴികൾ കോഴിക്കുഞ്ഞുങ്ങളെ ചിറകിന്റെ ഉള്ളിൽ കൂട്ടുന്ന പോലെ കൂട്ടി വളർത്തേണ്ടി വരും. കാക്ക വരുവോ, പരുന്ത് വരുവോ, പൂച്ച പിടിക്കാൻ വരുവോ, കുറുക്കൻ വരുവോ, അങ്ങനെ നോക്കണം. കല്യാണം കഴിച്ചഴക്കുന്നവരെ ടെൻഷനായിരിക്കും. മുത്തുപോലത്തെ മക്കളാണെങ്കിൽ, ദുനിയാവിന്റെ ബേക്കിൽ ഓടുന്ന കീടങ്ങളാണെങ്കിൽ ആ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ട്രൗസർ ഇട്ടിട്ട് പെമ്മക്കളും മടക്കേറിട്ടോളും കൂടെ നടന്നാലും ആ ഉപ്പ ഉമ്മ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കും, ആ കൊള്ളാം, എൻ്റെ മോള് കൊള്ളാം. അതിനെ പറ്റിയല്ല ഈ പറഞ്ഞത്, ഇസ്ലാമിന്റെ മക്കളെ പറ്റിയാ പറഞ്ഞ്, ആഖിറത്തിന്റെ ബോധമുള്ള ഉപ്പാരന്മാരെ പറ്റിയാ പറഞ്ഞ്. ഫസബറ അലൈഹിന്ന, എന്ത് ചെയ്തു? ക്ഷമിച്ചു. ഇപ്പോഴും ഉണ്ട്. ഒരുപക്ഷേ ആദർശം പറയുന്നവന്റെ വീട്ടിലും മംഗലം വന്നാൽ പെണ്ണൊന്ന് ഒരുക്കി ലിപ്സ്റ്റിക് എല്ലാം ഇട്ട് ആ ചുരിദാറും അല്ലെങ്കിൽ ആ പാൻറ്റും കുപ്പാലും ഇടിപ്പിച്ച് 4 ആള് കണ്ടോട്ടെ, എനിക്ക് ഇങ്ങനത്തെ ഒരു മോളുണ്ട്. വൃത്തികെട്ട മനുഷ്യൻ. ദുനിയാവിലെ ഖൽഖിൽപ്പെട്ടവൻ, അല്ലാഹു സുരക്ഷിതമായി നോക്കാൻ ഏൽപ്പിച്ച പെൺകുഞ്ഞിനെ കഴുകന്മാരുടെ മുമ്പിൽ സുഖിക്കാനിട്ട് കൊടുക്കുന്ന വൃത്തികെട്ടവൻ, പ്രായപൂർത്തിയെത്തിയ മക്കളുടെ ശരീരം ലോകർക്ക് തുറന്നു കാണിക്കുന്നവൻ, ഒരു ബോധമില്ലാത്ത, ഒരു ഗീറത്തില്ലാത്ത മനുഷ്യൻ. എന്റെ മോള്, എനിക്ക് എന്റെ റബ്ബ് തന്ന സമ്മാനം, അതിനെ കഴുകന്മാര് നോക്കിയിട്ട് നുണയുമ്പോ അത് കണ്ടിട്ട് പുഞ്ചിരിക്കുന്നവൻ, വൃത്തികെട്ടവൻ, ദുനിയാവിലെ ഏറ്റവും മോശപ്പെട്ടവൻ ഉപ്പയും ഉമ്മയും. എത്ര ഉണ്ടെന്നറിയോ ഇന്ന്? തോളത്തെ കയ്യും പിടിച്ചിട്ട് മോളയും കൊണ്ട് നടക്കുക, മൊത്തം ആൾക്കാർക്ക് കാണിച്ചിട്ട്. ഗീറത്തല്ല പ്രിയപ്പെട്ടവരെ, ഗീറത്തല്ല. മക്കളെ വിഷയത്തിൽ, പ്രത്യേകിച്ചും ഭാര്യന്റെയും പെമ്മക്കളെയും കാര്യത്തിൽ ഒരു സ്വാർത്ഥത വേണം. ഇതെന്റെ ഭാര്യയാണ്, ഇതെന്റെ മോളാണ്, മാലോകങ്ങൾ നോക്കാനുള്ളതല്ല, ഞാൻ പൊന്നുപോലെ സൂക്ഷിക്കുന്ന സാധനമാണ്. സമയാവുമ്പം മെഹ്റ് വാങ്ങിയിട്ട് അർഹതപ്പെട്ടവന് കൊടുക്കും, അവന് കാണാനുള്ളതാണ്. അതാണ് ഗീറത്ത്.
അതുണ്ടാവണം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണം കഴിച്ചു. സഫിയ ബിൻതു ഹുയൈ, ഭയങ്കര സുന്ദരിയായിരുന്നു സഫിയ. ആയിഷ ബീവി പറയാറുണ്ട്, സഫിയ വന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കത്താൻ തുടങ്ങിയെന്ന്. കാരണം എന്നെക്കാളും സൗന്ദര്യമുള്ള ഭാര്യ വേറെ കിട്ടി റസൂലുള്ളാഹിക്ക്. കല്യാണത്തിന്റെ അന്ന് സഹാബാക്കൾ ആരും കാണാതിരിക്കാൻ അനസ് റളിയല്ലാഹു അൻഹു പറയാൻ, ഒരു തുണി വിരിച്ചിട്ട് സഫിയാനെ മറക്കുന്നത് ഞാൻ കണ്ടു. തുണി വിരിച്ചിട്ട് ആൾക്കാർ കാണാണ്ടിരിക്കാൻ സഫിയ. അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരോട് സഹാബത്തിന് എന്ത് തോന്നാനാ? അത് ഉമ്മ അല്ലേ? പക്ഷെ റസൂലുള്ളാഹി മറച്ചത് ഈ നിൽക്കുന്ന എന്നെ നിങ്ങളും പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഭാര്യമാരെയും മക്കളെയും അങ്ങനെ മറച്ച് പൊതിഞ്ഞുകൊണ്ട് നടക്കണം. അത് ഗീറത്താണ്. അങ്ങനെ ആർക്കെങ്കിലും അള്ളാഹു കൊടുത്ത് അയാൾ ക്ഷമിച്ചു, ഭക്ഷണം കൊടുത്തു, വെള്ളം കൊടുത്തു, അവർക്ക് നല്ല വസ്ത്രം കൊടുത്തു, അവന്റെ അധ്വാനത്തിൽ നിന്നും, ഖിയാമത്ത് നാളിൽ നരകത്തിൽ നിന്നും ആ പെൺമക്കൾ ഇവന്റെ കാവലാണ്, ഇവന് ഹിജാബാണ്, മറയാൻ, കർട്ടനാണ്. ഈ മക്കളവനെ ഉപ്പാനുമാനെയും നരകത്തിലേക്ക് വിടൂല. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വന്നത് ഈ ഹക്കുകൾ പൂർത്തിയാക്കുന്നുണ്ടോ ഇല്ലേ, അതല്ല, പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടോ ആലോചിക്കണം. ഉണ്ടെങ്കിൽ തിരുത്തണം. മക്കളെ മുമ്പിൽ വന്നു പോയാടാ നീ മാപ്പാക്കെന്ന് പറയാൻ ഒരു മടിയും വേണ്ട. കാരണം അള്ളാഹുവിന്റെ കോടതിയിൽ എളിപ്പനാവുന്നതിനേക്കാളും നല്ലത് ഇവിടെ ഒന്ന് താൻ കൊടുക്കലാണ്. അങ്ങനെ താവണമെന്നല്ല, അധികാരത്തിൽ തന്നെ പറയാം, ഉപ്പാക്കും ഉമ്മാക്കും കൃത്യമായിരിക്കണം. ഫഅദിലു ബൈന ഔലാദിക്കും, വാക്കിലും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും കൊടുക്കലും മക്കൾക്കിടയിൽ നീതി കാണിക്കാം. അള്ളാഹു അമൽ ചെയ്യാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. هذا الله أعلم. أقول قولي هذا وأستغفر الله العظيم لي ولكم ولجميع المؤمنين فاستغفروا إنه هو الغفور الرحيم. الحمد لله رب العالمين والصلاة والسلام على نبينا محمد وآله وصحبه أجمعين. أما بعد فيا أيها الناس أوصيكم وإياي ثانيا بتقوى الله. അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്നെന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. ഒന്ന്, ചെറിയ മക്കളോട് തോന്നുന്നൊരു വാത്സല്യമുണ്ട്, അത് വേറെ. മക്കൾ വളർന്നു വരുമ്പോൾ ഉള്ള പ്രായം, 2 വയസ്സ് 3 വയസ്സുള്ള കുഞ്ഞുങ്ങൾ, ഉപ്പ ഉമ്മ ബാപ്പ എന്ന് വിളിച്ചു തുടങ്ങുന്ന ആ സമയം അവരോടുള്ളത് വാത്സല്യമാണ്. അത് കാണിക്കന്നെ വേണം. അത് മൂത്ത മക്കൾ കണ്ടാലും കുഴപ്പമില്ല, കാരണം കുഞ്ഞുങ്ങളുടെ ഹക്കാണത്. അവരെ താലോലിക്കുക, അവരെ എടുക്കുക. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മോള് സൈനബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകളെ എടുക്കും, തോളത്തിരുത്തും, നിസ്കരിക്കാൻ കൈ കെട്ടും. തോളത്തിരുത്തിയിട്ട് നിസ്കരിക്കാൻ കൈ കെട്ടും. റുക്കൂഇലേക്ക് പോകുമ്പോൾ പിടിച്ചിട്ട് താഴെ ഇരുത്തും. സുജൂദും കഴിഞ്ഞ് 2ാമത്തെ റക്അത്തിൽ എഴുന്നേൽക്കുമ്പോൾ പിന്നെയും മോളെ എടുക്കും, തോളത്തിരുത്തിയിട്ട് കൈ കെട്ടിയിട്ട് നിൽക്കും. കുഞ്ഞുങ്ങൾ അങ്ങനെ വാത്സല്യത്തോടെ നോക്കണം. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർക്ക് ഉപ്പാപ്പയാണ്, ഓടിക്കും ഉപ്പാപ്പാനെ. മദീന പള്ളിന്റെ പുറത്തേക്ക് വന്നിട്ട് ഹസൻ അങ്ങോട്ടോടും ഹുസൈൻ ഇങ്ങോട്ടോടും, റസൂലുള്ളാഹി തങ്ങൾ പിടിക്കാൻ വേണ്ടി ഓടും, അങ്ങോട്ടോടും ഒരു മോൻ ഇങ്ങോട്ട് പായും. അങ്ങനെ ഉപ്പാപ്പാനെ കളിപ്പിക്കും അവർ. റസൂലുള്ളാഹി കൂടെ അങ്ങ് കളിച്ചു കൊടുക്കും. നമ്മളിപ്പം ചില ഉപ്പാപ്പന്മാരുണ്ട്, ചെറിയ മക്കൾ 50 വയസ്സുള്ള ആൾക്കാരെ പോലെ കാണുക. ഉപ്പാപ്പന്റെ ബെഡ്ഷീറ്റ് ഒന്ന് വലിച്ചാൽ മതി, ഉപ്പാപ്പന്റെ വടിയൊന്ന് എടുത്താൽ മതി, ഉപ്പാപ്പന്റെ പേനൊന്നും എടുത്താൽ മതി. അത് സൽസ്വഭാവത്തിൽപ്പെട്ടതല്ല. ഹസനും ഹുസൈനും ഓടിക്കും. എന്നിട്ട് എന്താ ചെയ്യാറിയോ, ചില സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ 2ആളെയും കോരി അങ്ങ് പിടിച്ചിട്ടെടുക്കും, എന്നിട്ട് ചുംബിക്കും. ബിലാൽ, ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ പറഞ്ഞു, അന്ന് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ ഷഹീദാക്കപ്പെട്ട സമയം അള്ളാഹിന്റെ ഹബീബ് ഈ മുഖത്ത് ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ മുഖമാണ് നിങ്ങൾ ഇങ്ങനെ വികലമാക്കിയത് എന്ന്. അങ്ങനെ സ്നേഹിച്ചിരുന്ന മക്കൾ, ചെറിയ കുട്ടികളെ പുറത്തേക്കിറങ്ങും, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും, ചെറിയ മക്കൾ കളിക്കുന്നുണ്ടാവും, 5-6 വയസ്സ് പ്രായമുള്ള മക്കൾ. അങ്ങോട്ട് പോയിട്ട് പറയും അസ്സലാമു അലൈക്കും. ആ മക്കൾക്ക് ഭയങ്കര സന്തോഷാവും. അവർ ഓടിയിട്ട് പറയും റസൂലുള്ളാഹി നമുക്ക് സലാം പറഞ്ഞു എന്ന്. അങ്ങനെ കാണിക്കണം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ വെറുതെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകും,
കിട്ടുന്ന മക്കളോടെല്ലാം സലാം പറഞ്ഞിട്ട് വരും. അപ്പൊ ശിഷ്യന്മാരെ ചോദിച്ചു, നിങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കുഞ്ഞുമക്കളെ അവരോട് കളിക്കണം, അവരെ സന്തോഷിപ്പിക്കണം, മുട്ടായി വാങ്ങിച്ചു കൊടുക്കണം, ഹദിയ കൊടുക്കണം. ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. പക്ഷെ പ്രിയപ്പെട്ടവരെ, അഥവാ നമുക്ക് മക്കളോട് ദേഷ്യം തോന്നിയാൽ, എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചു, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കി, ഒരിക്കലും അവർക്കെതിരെ ദുആ ചെയ്യരുത്, മക്കൾക്കെതിരെ ബദ്ദുആ ചെയ്യരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തദ്ഉ അലാ അൻഫുസികും, നിങ്ങൾക്കെതിരെ ദുആ ചെയ്യരുത്. എനിക്കിങ്ങനെ ആയിക്കോട്ടെ, എനിക്ക് അങ്ങനെ ചില മനുഷ്യന്മാരുണ്ട്, എൻ്റെത് അങ്ങനെ നശിച്ചു പോട്ടെ, എൻ്റെത് ഇങ്ങനെ ആയിപ്പോട്ടെ, ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. വലാ തദ്ഉ അലാ ഔലാദിക്കും, നിങ്ങളെ മക്കൾക്കെതിരെയും നിങ്ങൾ ദുആ ചെയ്യരുത്. വലാ തദ്ഉ അലാ അംവാലിക്കും, നിങ്ങളെ സ്വത്തിനെതിരെയും നിങ്ങൾ ദുആ ചെയ്യരുത്. ലാ തുവാഫിഖു മിനല്ലാഹി സഅതൻ യുസ്അലു ഫീഹാ അതാഅൻ ഫയസ്തജീബു ലക്കും. മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. നിങ്ങൾ ആ പറഞ്ഞ ടൈം അള്ളാഹു ഉത്തരം നൽകുന്ന സമയവുമായി യോജിച്ചു പോയാൽ അത് നിങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടാക്കും. നമ്മളെ മക്കൾ നരകിക്കുന്നത് നമ്മൾ തന്നെ കണ്ട് കരയേണ്ടി വരും. ഒരിക്കലും മക്കൾക്കെതിരെ ബദ്ദുആ ചെയ്യരുത്. നസീഹത്ത് കൊടുക്കുക, അവരെ ഉപദേശിക്കുക, അവർക്ക് നല്ല ബുദ്ധി തോന്നിപ്പിക്കാൻ വേണ്ടി അള്ളാഹിനോട് ദുആ ചെയ്യുക. പിരാകരുത്. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഉപ്പാന്റെ ഉമ്പാന്റെ നാവുന്ന് പിരാക്കുണ്ടാവരുത് മക്കൾക്കെതിരെ. മറ്റൊരു ഹദീസിൽ കാണാം, ഇമാം ഇബ്നു മാജ റഹ്മഹുല്ലാഹു ഉദ്ധരിച്ച ഹദീസാണ്, സലാസു ദഅവാത്തിൻ, 3 ദുആകൾ, യുസ്തജാബു ലഹുന്ന ലാ ശക്ക ഫീഹിൻ, ഒരു സംശയവും വേണ്ട, ആ 3 ദുആയും ഖബൂലാവും. ഒന്ന് ദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ ദുആ. അമേരിക്ക കത്തിച്ചാമ്പലാന്നൊക്കെ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം, അല്ലാഹു അലം. അള്ളാഹിനോട് കളിക്കരുത്, മദ്ലൂമിനെ ഉണ്ടാക്കരുത്. ആക്രമിക്കപ്പെട്ടവൻ ഒരു വാക്കുകൊണ്ട് പോലും. അള്ളാഹുവിന്റെ സൈന്യം പുറത്തു വന്നാൽ ഒരു സംവിധാനം കൈമുലുണ്ടെന്ന് പറഞ്ഞൊരു കാര്യമൊന്നുമില്ല, തൊടാൻ കഴിയില്ല, ചാമ്പലാക്കി കളയും. അള്ളാഹു ഒരു പാഠമാകട്ടെ എനിക്കും നിങ്ങൾക്കും ഭൂലോകർക്കും. ദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ ദുആ മറകളില്ലാണ്ട് അള്ളാഹു കബൂലാക്കും. വലൗ കാന കാഫിറൻ, ആ ആക്രമിക്കപ്പെട്ടവൻ കാഫിറാണെങ്കിലും ശരി, അവന്റെ മനസ്സ് നൊന്തു, അവനൊരു വിളി വിളിച്ചു, തീർച്ചയായും ലാ ശക്ക ഫീഹിൻ, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട, ആ ദുആ കബൂലാവും. വദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരന്റെ ദുആ. യാത്രയിൽ പാട്ട് കേൾക്കുന്നതിന് പകരം ദുആ വർദ്ധിപ്പിക്കണം. യാത്രയിൽ സിനിമ കാണുന്നതിന് പകരം ദുആ വർദ്ധിപ്പിക്കണം. കാരണം യാത്രക്കാരന്റെ ദുആ അള്ളാഹുവിന്റെ അടുക്കൽ ഖബൂലിയത്തുള്ളതാണ്. ദഅവത്തുൽ വാലിദി ലിവലദി, മക്കൾക്ക് വേണ്ടിയുള്ള മാതാപിതാക്കളുടെ ദുആ അതും അള്ളാഹു തള്ളിക്കളയില്ല. അതുകൊണ്ട് എന്തെങ്കിലും കുരുത്തക്കേട് മക്കൾ കാണിക്കുന്നുണ്ടെങ്കിൽ, ദുസ്വഭാവം ഉണ്ടെങ്കിൽ അത് നേരെയാക്കാൻ, നല്ല വഴി കാണിച്ചു കൊടുക്കാൻ ദുആ ചെയ്യണം. പിരാകരുത്, അവർക്കെതിരെ പറയരുത്, അപകടമാണ്. പ്രിയപ്പെട്ടവരെ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മക്കൾ ഇങ്ങോട്ട് കാണിക്കുന്ന സ്നേഹവും അവരിങ്ങോട്ട് കാണിക്കുന്ന നല്ല പെരുമാറ്റവും ഖിദ്മത്തും ഒക്കെ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതിൻ്റെ തോതനുസരിച്ചുണ്ടാവും. അങ്ങനെ നോക്കിയാൽ തിരിച്ചിങ്ങോട്ടും കിട്ടും. അള്ളാഹു മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നസീബാക്കി തരട്ടെ. ഒരു കാര്യം ഓർമ്മയിൽപ്പെടുത്താനുള്ളത്, ഞായറാഴ്ച 19-ാം തീയതി മറ്റന്നാൾ കുശാൽ നഗറിൽ ഒരു സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം നടക്കുന്നുണ്ട്. സെക്കൻഡറി പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിനികൾ, ആമക്കൾക്കും പെൺമക്കൾക്കും യുവാക്കളായ യുവപണ്ഡിതന്മാരൊക്കെ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. മക്കളെ കൊണ്ടുപോയി ദീൻ കേൾക്കട്ടെ, അള്ളാഹിനെ കേൾക്കട്ടെ, അള്ളാഹിന്റെ റസൂലിനെ കേൾക്കട്ടെ. ഈ പ്രായത്തിൽ വളർന്നു വരുമ്പം എങ്ങനെയാ വളരേണ്ടത് എന്ന് അവർ കേട്ട് പഠിക്കട്ടെ. ചിലപ്പോൾ നമുക്ക് നമ്മളെ മക്കൾക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പം ചില മാതാപിതാക്കൾക്കും മക്കൾക്കൂടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. കാരണം ഉപ്പ ഉമർ ഫാറൂഖിനെ പോലത്തെ ആയിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഒന്നും വർത്തമാനം പറയാൻ പോലും പേടിയുള്ള ഉപ്പമാരുണ്ടാവും. അവർക്ക് ചിലപ്പോൾ ഉപദേശിക്കാനും പറ്റൂല. ഉപദേശിച്ചാൽ തന്നെ ദേഷ്യം പിടിക്കുമ്പോൾ ഉപദേശിക്കുക. പക്ഷെ ഒരു പക്ഷേ അങ്ങനത്തെ ഒരു അവസരം കിട്ടി നമ്മളെ മക്കളെ കൊണ്ടാക്കി, ചിലപ്പം എന്തോ ഒരു വാക്ക് അവൻ്റെ കൽബിൽ കൊണ്ടു, വൈകുന്നേരം തിരിച്ചു വരുമ്പം ആള് മാറിയിട്ടുണ്ടാവും. 100 കണക്കിന് അനുഭവങ്ങളുണ്ട്, 100 കണക്കിന് അനുഭവങ്ങൾ. ഉപ്പാനെയും ഉമ്മാരെയും കരയിപ്പിച്ച മക്കള്, ചോര കൊണ്ട് കരയിപ്പിച്ച മക്കള് ഇങ്ങനത്തെ ഏതോ ഒരു പ്രോഗ്രാമിലേക്ക് പോയി മഗ്രിബിന് വന്നിട്ട് ഉപ്പാന്റെയും ഉമ്മാന്റെയും കാല് പിടിച്ചിട്ട് ആ മക്കള് കരയാൻ. മാപ്പാക്കണം, ഉപ്പ അമ്മ അറിയില്ല, ഇപ്പൊ അറിഞ്ഞത് മതി. ആ പോയതും ആ പൈസ ചെലവാക്കിയതും ആ പരിപാടി സംഘടിപ്പിച്ചതും ഒക്കെ മുതലായി. ഒറ്റ ഒരു കുഞ്ഞുമാറി കിട്ടിയാൽ മതി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മക്കളെല്ലാവരും അയക്കും. ഞായറാഴ്ചയാണ്, ഫ്രീ ഉണ്ടാവും. കല്യാണം ഉണ്ടെങ്കിലോ തൽക്കാലം മാറ്റി വെക്കും.
അത് സാധിക്കണം. അന്ന് മൂത്താപ്പൻ്റെ മോൻ്റെ മംഗലമുണ്ട്, കുശാൽ നഗറിൽ പരിപാടിയുണ്ട്. എന്ത് ചെയ്യും? തൽക്കാലം മൂത്താപ്പൻ്റെ മോളെ മംഗലത്തിന് ഇൻഷാ അല്ലാഹ് പിന്നെ പങ്കെടുക്കാം, മോൻ്റെ ഇങ്ങനെ കഴിയട്ടെ. കാരണം ഞാൻ എൻ്റെ മക്കൾ മംഗലത്തിന് പോയിട്ടില്ലെങ്കിലും പുതിയ ആയിക്കോളും, അവിടെ നിൽക്കാൻ നടക്കും. പക്ഷെ എൻ്റെ മക്കൾക്ക് ഇത് നഷ്ടപ്പെടും. അത് അങ്ങനെ ചിന്തിക്കാൻ സാധിക്കണം നമുക്ക്. ദീനിൻ്റെ കാര്യം ഒരു ഭാഗത്ത് വരുമ്പം അതിനെ മുന്നിൽ വെക്കാൻ സാധിക്കണം. കാരണം ചില സമയത്ത് മാത്രമേ കിട്ടുള്ളൂ. അത് നഷ്ടപ്പെട്ടാൽ അത് പോക്കായിരിക്കും. അതുകൊണ്ട് നമ്മളെ പള്ളിയിൽ നിന്ന് ബസ് സൗകര്യമുണ്ട്, മക്കളെ ഇങ്ങോട്ട് അയക്കിൻ. എന്തെങ്കിലും ചെലവുണ്ടെങ്കിൽ അതും കൂടി കൊടുത്തോളി, അവരെ വിടും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പിന്നെ ആ പരിപാടിയുമായി ബന്ധപ്പെട്ട് സംഘാടകർക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. കഴിവിൻ്റെ പരമാവധി അതും സഹായിക്കും. കഴിഞ്ഞ ബാംഗ്ലൂരിൽ പള്ളിക്ക് വേണ്ടി പറഞ്ഞപ്പം നിങ്ങൾ സഹായിച്ചു, അള്ളാഹു നിങ്ങൾക്ക് ഭാര്യക്ക് കോരി തരട്ടെ ദുനിയാവിലും ആഖിറത്തിലും. അയാൾക്ക് ഭയങ്കര സന്തോഷമായി. 2-3 പ്രാവശ്യം അവരെന്നെ പിന്നെ വിളിച്ചു സന്തോഷം അറിയിക്കാൻ. ഒരുപാട് ദുആയും ചെയ്തു. ഏതോ ഒരാള് അന്നാ നമ്മൾ ആദ്യമായിട്ട് മൂപ്പരെ കാണുന്നു, പക്ഷെ ഇപ്പോഴും അവരുടെ ദുആയിൽ നിങ്ങൾ ഓരോരുത്തരുമുണ്ട്. നിങ്ങൾ കൊടുത്തത് അത്ര സന്തോഷിപ്പിച്ചവരുടെ മനസ്സിനെ. ഇതൊരു വലിയ പുണ്യകർമ്മമാണ്. ഒരു മുഅ്മിനിന്റെ മനസ്സിന് സന്തോഷം നൽകാൻ. അത് ഓൻ്റെ പുരക്ക് ബിരിയാണി വെക്കാനും അല്ല, ഓൻ്റെ പുരക്ക് പെയിന്റ് അടിക്കാനും അല്ല. അള്ളാഹുവിൻ്റെ പള്ളി നിർമ്മിക്കാൻ കൊതിച്ചിരിക്കുന്നവർക്ക് അത്രയും പൈസ നിങ്ങൾ കൊടുത്തപ്പോൾ മനസ്സിന് സന്തോഷമായെങ്കിൽ അള്ളാഹു നിങ്ങളെയും സന്തോഷിപ്പിക്കട്ടെ. അതുകൊണ്ട് ഒരിക്കലും നഷ്ടക്കച്ചവടമല്ല. അതും നിങ്ങൾ പരിഗണിച്ചോളി. അള്ളാഹു എനിക്കും നിങ്ങൾക്കും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ, ദീനിനെ മുറുകെ പിടിച്ച് ജീവിക്കാൻ, നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ തൗഫീഖ് നസീബാക്കി തരട്ടെ. الله وإن الله سبحانه وتعالى أمرنا وأمركم بالصلاة والسلام على النبي وقال مخبرا وآمرا إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم ارض عن خلفاء الراشدين وأفضل أمراء المرشدين عن أبي بكر وعمر وعثمان وعلي رضي الله عنهم أجمعين وعن الصحابة والقرابة كلهم أجمعين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين وانصر الإسلام والمسلمين والمجاهدين في سبيلك يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وآله وصحبه وسلم.